കണ്ടാൽ തന്നെ അറിയാം ഒരു ഒന്നൊന്നര ഫ്രോഡാണെന്ന്. സ്വാമിമാരുടെ വില കളയാനായിട്ട് കാഷായ വേഷം ധരിച്ചാ വന്നിരിക്കുന്നേ. അങ്കിളെ അങ്കിളെ അയാൾ എന്താ പറയുന്നേ? എന്തിനാ അങ്ങോട്ട് വന്നേ? മാനസയും കൊണ്ടേ പോകുന്ന അവൻ പറയുന്നേ. പിന്നെ വേറെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് ഫോണിലൂടെ വേണ്ട. ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാച്ച. എന്താ അവന്റെ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. വേണ്ട വേണ്ട, നീ വരണ്ട. വന്നാൽ ഇതുവരെയുള്ള നമ്മുടെ എല്ലാ പ്ലാനുകളും പൊളിയും. ഭാവന ഇട്ടാ മതി. എന്തെങ്കിലും അത്യാവശ്യം വന്ന് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അപ്പൊ നീ വന്നാ മതി. ശരിയാ സാർ, ഭാവനയെ പറഞ്ഞേക്കാം. ഭാവന വരും. ആ ഓക്കെ, എന്നാ താമസിക്കാതെ വേഗം ഭാവനയോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി അങ്കിൾ, ശരി. എന്താ സൂര്യ നമ്മളെ കേൾക്കുന്നേ? അവനെന്തിനാ നമ്മുടെ വീട്ടിലേക്ക് വന്നത്? വേറെന്തോ പറയാനുണ്ടെന്നും അങ്കിൾ പറഞ്ഞല്ലോ. താൻ എന്തായാലും ചെല്ല്. എന്താ അവന്റെ ഉദ്ദേശം എന്ന് അന്വേഷിക്കാം. അവൻ വന്ന വിവരം അവന്റെ പേരൻസിനെ അറിയിക്കണ്ടേ? ആദ്യം താൻ അവനെ പോയെന്ന് കാണ്, എന്നിട്ട് അവരെയൊക്കെ അറിയിച്ചാൽ മതി. ഇനി അവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണെന്ന് എങ്ങനെ അറിയും? വിശ്വസിക്കാൻ പറ്റില്ല സൂര്യ. എന്തൊക്കെയോ ദുരൂഹതകൾ മാനസയുടെയും സുനിലിന്റെയും പിന്നിലുണ്ടെന്ന് സൂര്യ പറഞ്ഞില്ലേ? അതൊക്കെ സത്യം തന്നെയാ സൂര്യ. മാനസ ഇനി പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട ഭാവന. നമ്മളത് പുറത്ത് കാണിക്കാതിരുന്നാൽ മതി. അതെ സൂര്യ, അതാ നല്ലത്. എനിക്കിപ്പോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. മാനസ വിളിച്ചിട്ടാവണം സുനില് ഇത്ര പെട്ടെന്ന് വെളിച്ചത്തേക്ക് വന്നത്. അതേ ഭാവന, മാനസയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് മാനസ തന്നെയായിരിക്കും സുനിലിനെ വിളിച്ചു വരുത്തിയത്. എന്തായാലും ഇനി അവളുടെ അഭിനയം എന്റെ അടുത്ത് നടക്കില്ല സൂര്യ. അഭിനയിക്കട്ടെ ഭാവന, നമ്മളും അഭിനയിച്ചാ പോരെ. മാനസയുടെ ഡെലിവറി കഴിയുന്നവരെ നമ്മളും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ ഭാവന.